മാണിക്യ രാജവംശം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായ ത്രിപുര സ്റ്റേറ്റ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു നാട്ടുരാജ്യമായിരുന്നു. ഈ നാട്ടുരാജ്യം 13-ാം നൂറ്റാണ്ടോ അതിനു മുൻപോ മുതൽ തന്നെ മാണിക്യ രാജവംശമാണ് ഭരിച്ചിരുന്നത്. 1923 മുതൽ 1947 വരെ ഈ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന മാണിക്യ വംശത്തിൽപ്പെട്ട മഹാരാജ ബീർ വിക്രം കിഷോർ മാണിക്യ ബഹദൂർ വളരെ ആഡംബരപ്രിയനും സാഹസിക പ്രിയനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ താല്പര്യമുള്ള ഒരു ആളുമായിരുന്നു. അദ്ദേഹത്തിനൊരു ആഗ്രഹം, ഒരു വേനൽക്കാല വസതി വേണം. അതിനായി കണ്ടെത്തിയ സ്ഥലം വളരെ പ്രത്യേകതയുള്ള ഒന്നായിരുന്നു. രുദ്രസാഗർ തടാകത്തിന്റെ മധ്യത്തിലായി വെറും 5 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു കൊച്ചു ദ്വീപ്. ആ ദ്വീപിൽ ഒരു വേനൽക്കാല വസതി നിർമ്മിക്കാൻ ബ്രിട്ടീഷ് കമ്പനിയായ മാർട്ടിൻ ആൻഡ് ബേൺസിനെ ഏൽപ്പിച്ചു. 24 മുറികളും മനോഹരമായ പടിക്കെട്ടുകളും ബാൽക്കണികളും ഗോപുരങ്ങളും പവലിയനുകളും പാലങ്ങളും ഒക്കെയായി നീർമഹൽ അതിമനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം പോലെയുണ്ട്. വളരെ ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും ലൈറ്റുകളും ഇതിൻ്റെ എടുത്തു പറയത്തക്ക ആകർഷകങ്ങളാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജല കൊട്ടാരമാണ്. ഹിന്ദു ആൻഡ് മുഗൾ ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ സമന്വയമാണ് ഈ കൊട്ടാരം. അതാണ് നീർമഹൽ. ചുവന്ന ചീങ്കല്ലുകളും വെളുത്ത മാർബിളും ചുണ്ണാമ്പ് കല്ലുകളുമാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന വെളുത്ത മാർബിൾ രുദ്രസാഗർ തടാകത്തിലൂടെ കൊണ്ടുവന്നാണ് ഇത് പണിതിരിക്കുന്നത്. അഗർത്തലയിൽ നിന്നും ഏകദേശം 53 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഡോം ഷേപ്പിലുള്ള മിനാരങ്ങൾ വളരെ ദൂരെ നിന്നേ കാണാം. ഇത് ഒരു കോട്ടയുടെ മനോഹാരിത തോന്നിപ്പിക്കും. ചുവപ്പും വെളുപ്പും നിറങ്ങളാണ് ഈ കൊട്ടാരത്തിന്. ഇത് രാജകീയ പ്രൗഢിയെ സൂചിപ്പിക്കുന്നു. ഈ കൊട്ടാരത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം. വെസ്റ്റേൺ സൈഡിലുള്ള ഭാഗം അന്തർ മഹൽ, ഇത് റോയൽ ഫാമിലിക്ക് താമസിക്കാനുള്ള ഇടമാണ്. ഈസ്റ്റേൺ സൈഡിൽ ഓപ്പൺ എയർ തിയേറ്റർ ആണ്. അവിടെ ഡ്രാമ, ഡാൻസ്, മറ്റ് കൾച്ചറൽ ഇവന്റ്സ് ഒക്കെ നടത്താനായിട്ട് ഉപയോഗിക്കുന്നു. ഈ കൊട്ടാരത്തിനുള്ളിൽ നിന്നും താഴോട്ടുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെന്നാൽ അത് രുദ്രസാഗർ തടാകത്തിലെത്തുകയും അവിടെ നിന്ന് മഹാരാജാവ് വഞ്ചിയിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യുമായിരുന്നു. വളരെ മനോഹരമായ ഒരു ടെറസ് ഗാർഡൻ ഇവിടെയുണ്ട്. അങ്ങോട്ടുള്ള യാത്ര ഒന്നുകിൽ ബോട്ടിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ വഞ്ചിയിൽ തുഴഞ്ഞ് യാത്ര ചെയ്യുകയും ചെയ്യാം. ധാരാളം കിളികളും പായൽക്കൂട്ടങ്ങളും വളരെ വലിയ ഇലകളുള്ള ചെടികളും ഒക്കെയായി അതിമനോഹരമാണ് ഈ തടാകം കാണാൻ. ആ കൊട്ടാരത്തിൽ നിന്ന് തടാകത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹാരിത, ചുറ്റും തടാകം, നടുക്ക് കൊട്ടാരം, അവർണ്ണനീയമായ ഒരു കാഴ്ചയാണ് ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന മനോഹാരിത. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.